ഹായ്, കമ്പനിയുടെ യൂണിറ്റ് മെമ്പർഷിപ്പ് ഓഫ് യു കമ്പനി. ഈ യൂണിറ്റിൽ നമ്മൾ മെമ്പർ ആവുന്ന ഒരു കമ്പനിയുടെ മെമ്പർ ആവുന്നത്, ഒരു ഷെയർ ഹോൾഡർ ആവുന്നത്, അതെങ്ങനെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മെമ്പറിന് ഡിസ്കസ് ചെയ്യാം. ഡെഫിനിഷൻ ഓഫ് എ മെമ്പർ. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 55 മെമ്പറിനെ ഡിഫൈൻ ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ്. ഫസ്റ്റ്, മെമ്മോറാൻഡം. ഒരു കമ്പനിയുടെ മെമ്മോറാൻഡം സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെമ്മോറാൻഡം രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് കമ്പനിയുടെ മെമ്പറായിട്ട് മാറും. അതായത് മെമ്മോറാൻഡം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണോ അവരെല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് ആ കമ്പനിയുടെ മെമ്പേഴ്സാണ്. രണ്ടാമത്, ആർക്കെങ്കിലും ഇപ്പോൾ മെമ്പർ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ മെമ്പർ ആവണമെന്ന് പറഞ്ഞ് എഴുതിയിട്ട് അത് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൻ്റെ ലിസ്റ്റിനകത്ത് അവരുടെ പേര് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അയാൾക്ക് ആ കമ്പനിയുടെ മെമ്പറാവാം. അതേമാതിരി ഷെയർസ് ഉള്ള ആൾക്കാർക്ക്, അതായത് കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിനകത്ത് അവരുടെ പേര് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിഷ്യൽ ഓണറായിട്ട് ഏതെങ്കിലും ഡെപ്പോസിറ്ററിയിൽ റെക്കോർഡിൽ അത് നെയിം എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ഒരു കമ്പനിയുടെ മെമ്പറായിട്ട് മാറാനായിട്ട് സാധിക്കും. ഓൺ ദി ബേസിസ് ഓഫ് 2 പ്രീറിക്വിസിറ്റ്സ് ഫോർ പേഴ്സൺ ടു ബിക്കം എ മെമ്പർ ഓഫ് എ കമ്പനി ആർ. പക്ഷെ നിർബന്ധമായിട്ട് 2 നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ ഒരു കമ്പനിയിൽ മെമ്പർ ആവാനായിട്ട് പറ്റുള്ളൂ. ദി എഗ്രിമെൻറ്റ് ഇൻ റൈറ്റിംഗ് ടു ടേക്ക് ഷെയർസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഷെയർസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റൈറ്റിംഗിൽ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാവണം. അതേമാതിരി രജിസ്ട്രേഷൻ ഓഫ് ഹിസ് നെയിം ഇൻ ഇറ്റ്സ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. ആ കമ്പനിയുടെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിനകത്ത് അയാളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെ അല്ലാതെ വേണമെങ്കിൽ ഡെപ്പോസിറ്ററി സിസ്റ്റം വഴിയും അവർക്ക് ഡയറക്റ്റായിട്ട്, അതായത് ഇപ്പോൾ ഓരോ കമ്പനിയിലും പോയിട്ട് നമ്മളിങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഡെപ്പോസിറ്ററി സിസ്റ്റം വെച്ച് ഡെപ്പോസിറ്ററിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെമ്പർ ആവണമെന്ന് പറഞ്ഞാൽ അവർ തന്നെ ചെയ്തു തരും. Thus, a person can agree to take shares of a company either as the subscriber at the initial stage of its formation or in any of the following manner. വേണമെങ്കിൽ ഒരു കമ്പനിയുടെ സബ്സ്ക്രൈബർ ആവാം. കമ്പനി ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇനിഷ്യൽ സ്റ്റേജിൽ പ്രൊമോഷൻ്റെ ഒക്കെ സമയത്ത് തന്നെ വേണമെങ്കിൽ മെമ്പർ ആവാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം മെമ്പർ ആവാം. അത് കഴിഞ്ഞതിന് ശേഷം മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ബൈ സബ്സ്ക്രൈബിങ് ടു ഇറ്റ്സ് ഫ്യൂച്ചർ ഓർ ന്യൂ ഷെയർസ്, പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പം അത് സബ്സ്ക്രൈബ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങിക്കാം. രണ്ടാമത്തെ സിറ്റുവേഷൻ, ഷെയർസ് വാങ്ങിക്കാൻ ടേക്ക് ഓവർ ബിഡ്, റിന്യൂസിയേഷൻ ഓഫ് റൈറ്റ്സ് ഷെയർസ്. ആരെങ്കിലും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അവർ റൈറ്റ് ഷെയർസ് വേണ്ടാന്ന് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. നാലാമത്തത്, അക്വിസിഷൻ ഓഫ് ഷെയർസ് ബൈ ഡിവല്യൂഷൻ. അതായത് ഇപ്പം ഒരാൾ മരിച്ചിട്ട് വേറൊരാൾക്ക് അവരുടെ ഷെയർസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒരു കമ്പനിയുടെ മെമ്പറായിട്ട് മാറാം. ഓൺ കൺവേർഷൻ ഓഫ് കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് ഓർ ലോൺസ് പേഴ്സൻറ്റ് to the terms of the issue of such debenture or loan agreement respectively. ഇപ്പോൾ കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് ഒക്കെയാണ്, ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിബഞ്ചേഴ്സോ ലോൺസോ ആണെന്നുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും മെമ്പർ ആവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സബ്സ്ക്രൈബേഴ്സ് ഹു എഗ്രി ടു ടേക്ക് ഷെയർസ് അറ്റ് ദി ടൈം ഓഫ് ദി ഫോർമേഷൻ ഓഫ് ദി കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് ഷെയർസ് എടുക്കാമെന്നും പറഞ്ഞ് പറയുന്ന ആൾക്കാർ അവർ സബ്സ്ക്രൈബേഴ്സാണ്, അവർ ഓട്ടോമാറ്റിക്കായിട്ടും മെമ്പേഴ്സായിട്ട് മാറും. അതല്ലാതെ ഷെയർസ് പിന്നെ വാങ്ങിക്കുക, ഫോർമേഷൻ്റെ സമയത്ത് തന്നെ ഷെയർസ് വാങ്ങിച്ചിട്ടില്ല, അതിന് ശേഷം സബ്സിക്വൻ്റ് ആയിട്ടാണ് ഷെയർസ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ പേര് സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി കമ്പനിയിൽ സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ മെമ്പറായിട്ട് മാറുള്ളൂ. അല്ലാതെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും മെമ്പേഴ്സ് ആവും. The distinction between member and shareholder. A shareholder is a person who holds or owns the shares in a company, whereas a member is one whose name is recorded in the register of members. ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളാണ് ഷെയർ ഹോൾഡർ. മെമ്പർ എന്ന് പറയുമ്പം അവരുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയാണ് മെമ്പർ എന്ന് നമ്മൾ വിളിക്കാം. ഇൻ ചില കേസസിൽ ഒരു പേഴ്സണ് മെമ്പർ ആയിട്ടിരിക്കാം, പക്ഷേ ഷെയർ ഹോൾഡർ ആവണമെന്ന് നിർബന്ധമില്ല. അതേമാതിരി വേണമെങ്കിൽ ഒരാൾക്ക് ഷെയർ ഹോൾഡർ ആയിട്ടിരിക്കാം, പക്ഷേ മെമ്പർ ആവണമെന്ന് നിർബന്ധമില്ല. Following are the main points of differences. The company limited by guarantee having no share capital will have only members but no shareholders. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവില്ല. സെക്കൻഡ് വൺ, when a person transfers his shares, he ceases to be a holder of those shares but continues to be the member of the company until his name is replaced by the name of the transferee. ഇപ്പോൾ വേറൊരാൾക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഷെയർസ് എൻ്റെ സിസ്റ്ററിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എൻ്റെ ചേച്ചീൻ്റെ പേരിൽ ഷെയർ രജിസ്റ്റർ ചെയ്യുന്നത് വരെ അവർ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ
എൻ്റെ പേരായിട്ടും രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ എൻ്റെ പേരും ഉണ്ടാവും. അതായത് മെമ്പർ ഓഫ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിനകത്ത് എൻ്റെ പേരായിരിക്കും ഉണ്ടാവുക. എപ്പോഴാണോ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ എൻ്റെ ചേച്ചീൻ്റെ പേര് ആഡ് ചെയ്യുന്നത് അതുവരെ എൻ്റെ പേരായിരിക്കും ഉണ്ടാവുക. Then the legal representatives of a deceased member become shareholders immediately on the death of the member, but they do not become members until their names are entered in the register of members. ഇപ്പം ട്രാൻസ്മിഷനാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ മരിച്ച ആളുടെ പേര് തന്നെയായിരിക്കും രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ മെമ്പറിൻ്റെ പേരിൽ അതായിരിക്കും കിടക്കുക. ആർക്കാണോ ഷെയർ കിട്ടിയത് അവർ പോയിട്ട് അവരുടെ പേര് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പഴയ ആളുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ നിന്ന് മാറുള്ളൂ. A person whose shares are forfeited or who has surrendered his shares to the company may be held liable as a member to contribute to the assets of the company. ഇപ്പോൾ ഷെയർസ് ഫോർഫീറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഷെയർസ് സറണ്ടർ ചെയ്താലോ ആ കമ്പനിയുടെ മെമ്പേഴ്സിന് ഉണ്ടാവുന്ന ലയബിലിറ്റി എല്ലാം തന്നെ അവർക്കും ഉണ്ടാകും. വൈൻഡിങ് അപ്പ് ആണ് വിത്ത് 12 monthsനുള്ളിൽ വൈൻഡിങ് അപ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് മെമ്പർ എന്നുള്ള രീതിയിൽ അവർക്കും അതിനുള്ള ലയബിലിറ്റീസ് ഉണ്ടാവും. യൂഷ്വലുള്ള മെമ്പറിൻ്റെ അതേപോലെ തന്നെ ലയബിലിറ്റീസ് അവർക്കും ഉണ്ടാവും. Person holding shares of a company are shareholders, while members are persons who constitute the company as a corporate entity and whose name are entered in the register of the members. ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ട്, നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ഹോൾഡറാണ്. നമ്മുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു മെമ്പറായിട്ട് മാറും. ഹു ക്യാൻ ബിക്കം എ മെമ്പർ? ആർക്കൊക്കെയാണ് ഒരു കമ്പനിയുടെ മെമ്പറായിട്ട് മാറാനായിട്ട് സാധിക്കുക? കമ്പനീസ് ആക്റ്റിൽ പ്രത്യേകമായിട്ട് മെമ്പർ ആകാനുള്ള ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതേമാതിരി പ്രത്യേകം ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയസും കമ്പനീസ് ആക്റ്റിൽ പറയുന്നില്ല. ദേ ആർ സിംപ്ലി പ്രൊവൈഡ്സ് ദാറ്റ് എനി പേഴ്സൺ ഹു അഗ്രീസ് ഇൻ റൈറ്റിംഗ് ടു ബിക്കം എ മെമ്പർ ഓഫ് ദി കമ്പനി ക്യാൻ ബിക്കം എ മെമ്പർ. അത് ആക്ച്വലി ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഒരു കമ്പനിയുടെ മെമ്പർ ആവണമെന്ന് അയാൾ റൈറ്റിംഗ് എഴുതി എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എഴുതി രേഖാമൂലം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെമ്പർ ആവാം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. This means that minors, persons of unsound mind and those who have been disqualified by law from contracting cannot become members of the company. അതിനർത്ഥം മൈനറിന് അതേമാതിരി മെൻ്റലി ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് അതേമാതിരി ലോ പ്രകാരം കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഒരു കമ്പനിയുടെ മെമ്പർ ആവാനായിട്ട് പറ്റില്ല. അടുത്തത് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് മെമ്പേഴ്സ്. മൈനർ മെമ്പർ ആയാൽ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, അക്കോർഡിംഗ് ടു സെക്ഷൻ 11 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് എ മൈനർ ഈസ് ഇൻകോമ്പിറ്റന്റ് ടു കോൺട്രാക്ട് ദെർഫോർ ഹി കാനോട്ട് ബിക്കം എ മെമ്പർ ഓഫ് ദി കമ്പനി. ഒരു മൈനറിന് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, അത് ഇൻവാലിഡ് ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ മെമ്പർ ആവാനായിട്ട് ഒരു മൈനറിന് സാധിക്കില്ല. ഇൻ കേസ് ഒരു കമ്പനിയിൽ ഒരു മൈനറിനെ മെമ്പറായിട്ട് രജിസ്റ്റർ ചെയ്തു എന്ന് വിചാരിക്കാം. ആ അലോട്ട്മെൻറ്റും കാര്യങ്ങളും രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ നിന്ന് അവർക്ക് വേണമെങ്കിൽ അവരുടെ പേര് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അങ്ങനെ റിമൂവ് ചെയ്യുമ്പം അവർ എത്ര ക്യാഷാണോ നമുക്ക് തന്നിട്ടുള്ളത് ആ എമൗണ്ട് ഫുള്ളും തന്നെ നമ്മൾ കമ്പനി അവർക്ക് മൈനറിന് റീഫണ്ട് ചെയ്ത് കൊടുക്കണം. ദി മൈനർ മേ ഓൾസോ റിസീവ് ദ അലോട്ട്മെൻറ്റ് എനി ടൈം ഡ്യൂറിങ് ഹിസ് മൈനോറിറ്റി ഉള്ള എപ്പോൾ സമയത്ത് വേണമെങ്കിലും അവർക്കത് വേണ്ടാന്ന് വെക്കാം. If neither party repudiates allotment, the name of the minor shall continue to appear on the register of members, but in that even a minor incurs no personal liability. In case മൈനറും അവരവരുടെ പേര് മാറ്റിയിട്ടില്ല, അതേമാതിരി കമ്പനി അവർ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ നിന്ന് മൈനറിൻ്റെ പേര് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിന് മൈനറിൻ്റെ പേര് അവിടെ തന്നെ കിടക്കും. പക്ഷേ ആ മൈനറിന് ഒരു പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടാവില്ല. ദി കമ്പനി ടു അലോട്ട് ഓൺലി ഫുള്ളി പെയ്ഡ് ഓഫ് ഷെയർസ് മാത്രം മൈനേഴ്സിന് അലോട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവർ അൺപെയ്ഡ് എമൗണ്ട് ആയിട്ടുള്ള ഷെയർസിന് അവർ ലയബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഫുള്ളി പെയ്ഡ് ഓഫ് ഷെയർസ് ആണ് മൈനേഴ്സിന് യൂഷ്വലി കമ്പനീസ് അലോട്ട് ചെയ്ത് കൊടുക്കാറുള്ളൂ. അതേമാതിരി ഫുള്ളി പെയ്ഡ് ഓഫ് ഷെയർസ് അല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കമ്പനിക്ക് അത് രജിസ്റ്റർ ചെയ്ത് ട്രാൻസ്ഫർ, ഇപ്പോൾ ഒരു മേജറിന് അയാളുടെ മൈനർ ആയിട്ടുള്ള ഒരാൾക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഷെയർ ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്യാതെ കമ്പനിക്ക് റെഫ്യൂസ് ചെയ്യാം. അത് ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിയാൽ മാത്രം രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ മതി. If shares are transferred to a minor, the transfer will continue to remain liable for all future calls on such shares. In case ഒരു മൈനർ ട്രാൻസ്ഫറൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്യൂച്ചർ കോൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ലയബിലിറ്റി ട്രാൻസ്ഫറിന് തന്നെ ആയിരിക്കും. അടുത്തത് കമ്പനി. A company may become a member of another company if it is authorized by its memorandum or articles of association. However, a subsidiary company cannot become a member of its holding company. ഒരു കമ്പനിക്ക് വേണമെങ്കിൽ വേറൊരു കമ്പനിയുടെ മെമ്പർ ആവാം,
അതിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനും അതിന് പെർമിറ്റ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് വേറൊരു കമ്പനീൻ്റെ മെമ്പർ ആവാം. പക്ഷേ ഒരിക്കലും ഒരു സബ്സിഡറി കമ്പനിക്ക് അതിൻ്റെ ഹോൾഡിംഗ് കമ്പനീൻ്റെ മെമ്പർ ആവാനായിട്ട് സാധിക്കില്ല. മൂന്നാമത്തേത് പാർട്ട്ണർഷിപ്പ് ഫേം. എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് നോട്ട് എ ലീഗൽ പേഴ്സൺ. പാർട്ട്ണർഷിപ്പ് ഫേം ഒരു ലീഗൽ പേഴ്സൺ അല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് മെമ്പർ ആവാനായിട്ട് പറ്റില്ല. എ ഫേം മേ ഹോൾഡ് ഷെയർസ് ഇൻ ദി നെയിം ഓഫ് ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സ് ഹു മേ ബി എൻറ്റേർഡ് ആസ് ജോയിൻറ്റ് ഹോൾഡേഴ്സ് ഇൻ ദി രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സ്. ഫേം ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുമ്പോൾ 2-3-4 ആൾക്കാർ കൂടി ചേർന്നിട്ടുള്ള അവർക്ക് വേണമെങ്കിൽ ജോയിൻറ്റ് ഹോൾഡേഴ്സ് ആവാം. അതായത് അവർക്ക് ജോയിൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഷെയർസ് പർച്ചേസ് ചെയ്യാം. അവർക്ക് അങ്ങനെ ആകുമ്പോൾ ആരെങ്കിലും ഒരാളുടെ പേര് അല്ലെങ്കിൽ ജോയിൻ്റ് ആയിട്ട് രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സിൽ അവരുടെ പേര് കൊടുക്കാം. ഇറ്റ് ക്യാൻ ബിക്കം മെമ്പർ ഓഫ് എ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി ലൈസൻസ്ഡ് അണ്ടർ സെക്ഷൻ 8 ഓഫ് ദി ആക്ട്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ടിന് കുഴപ്പമില്ല, അവർക്ക് വേണമെങ്കിൽ കമ്പനിയുടെ മെമ്പർ ആവാനായിട്ട് സാധിക്കും. അതേമാതിരി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കർത്തയാണ് മേജർ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ കർത്തയ്ക്ക് വേണമെങ്കിൽ കമ്പനിയുടെ മെമ്പർ ആവാനായിട്ട് പറ്റും. ഇൻസോൾവൻ്റ് ആണെങ്കിൽ ഒരു മെമ്പർ ഇൻസോൾവൻ്റ് ആണ്, അവർക്ക് ഒരു ഷെയർ ഹോൾഡർ ഇൻസോൾവൻ്റ് ആണ്, ഓൾറെഡി മെമ്പർ ആയിട്ടുള്ള ഒരാൾ ഇൻസോൾവൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സിൽ അവിടെ തന്നെ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ എല്ലാ റൈറ്റുകളും കാര്യങ്ങളും അതിൻ്റെ ഓണർഷിപ്പും റൈറ്റും കാര്യങ്ങളും എല്ലാം ഒഫീഷ്യൽ അസൈനി അല്ലെങ്കിൽ ഒഫീഷ്യൽ റിസീവറിനായിരിക്കും ഉണ്ടാവുക. അടുത്തത് ഫോറിനറാണ് ഒരു ഷെയർ ഹോൾഡർ, അവർക്ക് വേണമെങ്കിൽ മെമ്പർ ആവാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിന് സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ അടുത്ത് RBIയുടെ അടുത്ത് നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അണ്ടർ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം പെർമിഷൻ എടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു ഫോറിനറിനെ മെമ്പർ ആക്കി വെക്കാനായിട്ട് പറ്റില്ല, ഷെയർ ഹോൾഡർ ആക്കി വെക്കാനായിട്ട് പറ്റും. അതേമാതിരി അവരുടെ മെമ്പർഷിപ്പ് റൈറ്റ്സ് എല്ലാം എപ്പോൾ വേണമെങ്കിലും വേണ്ടാതെ വയ്ക്കും. കാരണം എന്തെങ്കിലും യുദ്ധമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഒരു നോട്ടീസ് ഇല്ലാതെ തന്നെ അവരുടെ മെമ്പർഷിപ്പ് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ജോയിൻറ്റ് ഹോൾഡേഴ്സ്. ദി ഷെയർസ് ഓഫ് എ കമ്പനി മേ ഓൾസോ ബി ഹെൽഡ് ജോയിൻറ്റ്ലി ബൈ 2 or more persons. In a public company, even joint shareholders are counted as separate members, but in a private company, joint holders are treated as single member of the purpose of Section 2, Subsection 68 of the Act. ജോയിൻറ്റ് ഹോൾഡേഴ്സിനാണെങ്കിലും ജോയിൻറ്റ് ഹോൾഡേഴ്സ് വെച്ചാൽ 2-3 പേര് ജോയിൻ്റ്ലി ഷെയർസ് ഓൺ ചെയ്തതിനാണ് ജോയിൻറ്റ് ഹോൾഡേഴ്സ് എന്ന് പറയാം. പബ്ലിക് കമ്പനിയിൽ ജോയിൻറ്റ് ഹോൾഡേഴ്സിനെ ഒറ്റ ഒരാളായിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യാം. പബ്ലിക് കമ്പനിയിൽ എത്ര എത്ര ആൾക്കാരാണ്, ഇപ്പോൾ 2-3 പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ അത് 2-3 മെമ്പേഴ്സായിട്ട് തന്നെയാണ്, സെപ്പറേറ്റ് മെമ്പേഴ്സായിട്ടാണ് കൺസിഡർ ചെയ്യുക. പക്ഷേ പ്രൈവറ്റ് കമ്പനിയിൽ ജോയിൻറ്റ് ഹോൾഡേഴ്സിനെ ഒറ്റ മെമ്പറായിട്ടാണ് കൺസിഡർ ചെയ്യുക. കാരണം അവർക്ക് 200 മെമ്പേഴ്സ് മാത്രമേ പാടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ജോയിൻറ്റ് ഹോൾഡേഴ്സിനെ സിംഗിൾ മെമ്പറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എ കമ്പനി മേ പേ ഡിവിഡൻഡ് ടു ദി പേഴ്സൺ ഹൂസ് നെയിം ഈസ് ഫസ്റ്റ് റിട്ടൺ ഇൻ ദി രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സ്. ജോയിൻറ്റ് ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സിൽ ഫസ്റ്റത്തെ പേര് ആരതാണോ കാണുന്നത് അവർക്കായിരിക്കും ഡിവിഡൻഡ് പേ ചെയ്യുക. ജോയിൻ്റ് ആൻഡ് സിവിലി ലയബിൾ ഫോർ പേയ്മെൻറ്റ് ഓഫ് കോഴ്സിൻ്റെ സമയത്ത് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് ഓരോരുത്തരായിട്ടും ജോയിൻ്റ് ആയിട്ടും അവർ ലയബിളാണ്. ദി ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ബൈ ദി ജോയിൻറ്റ് ഹോൾഡേഴ്സ് വിൽ ബി എഫക്റ്റീവ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ഓൾ ഓഫ് ദം ജോയിൻ്റ്ലി. അവർക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും എത്ര പേരാണോ ജോയിൻറ്റ് ഹോൾഡ് ചെയ്യുന്നത് ആ എല്ലാവരും സൈൻ ചെയ്ത് അവരെല്ലാവരും അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് എഫക്റ്റീവ് ആവുള്ളൂ. അടുത്തത് പബ്ലിക് ഓഫീസ്. A public office like income tax department cannot be a member of a company. It cannot register shares in its own name. A registered trade union or a registered society can hold shares on its own name. അതായത് ഒരു പബ്ലിക് ഓഫീസായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊന്നും ഒരു കമ്പനിയുടെ മെമ്പർ ആവാനായിട്ട് സാധിക്കില്ല. അതേമാതിരി അവർക്ക് അവരുടെ ഷെയർസ് അവർക്ക് അവരുടെ സ്വന്തം പേര് ഷെയർസ് ഓൺ ചെയ്യാനായിട്ടും അവരുടെ ഷെയർസ് രജിസ്റ്റർ ചെയ്യാനായിട്ടും സാധിക്കില്ല. പക്ഷേ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡ് യൂണിയനോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് സൊസൈറ്റിക്കോ വേണമെങ്കിൽ അവരുടെ സ്വന്തം പേരിൽ തന്നെ ഷെയർസ് ഓൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രസിഡന്റ് ആൻഡ് ഗവൺമെൻറ് ഷെയർസ് ഇൻ എ ഗവൺമെൻറ് കമ്പനി ക്യാൻ ബി ഹെൽഡ് ഇൻ ദി നെയിം ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓർ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. അതായത് ഗവൺമെൻറ് കമ്പനിയിലുള്ള ഷെയർസ് ഗവൺമെൻറ് കമ്പനിയിൽ ഷെയർസ് വേണമെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ്റെ പേരിൽ അല്ലെങ്കിൽ ഗവർണർ ഏത് സ്റ്റേറ്റിലെ ഗവർണറാണോ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണോ കമ്പനി അവിടുത്തെ ഗവർണർ ആയിട്ട് വേണമെങ്കിലും അവരുടെ പേരിൽ വേണമെങ്കിലും ഷെയർസ് ഹോൾഡ് ചെയ്യാവുന്നതാണ്, അവരുടെ പേരിൽ ഷെയർസ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ദെൻ മോഡ്സ് ഓഫ് ബിക്കമിങ് എ മെമ്പർ. എങ്ങനെയൊക്കെ നമുക്ക് മെമ്പർ ആവാം? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് മെമ്പർ ആവും. അതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ബൈ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പം നമ്മൾ പോയിട്ട് ഷെയർസ് വാങ്ങിക്കാം. അപ്ലൈ ചെയ്തിട്ട്
അത് നമുക്ക് അലോട്ട്മെൻറ്റ് വഴി കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സിൽ നമ്മളെ പേര് പോയിട്ട് ചേർക്കാവുന്നതാണ്. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ ബൈ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. വേറൊരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഷെയർസ് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഷെയർസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളെ പേര് നമ്മൾ കമ്പനി രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെമ്പർ ആവാനായിട്ട് സാധിക്കും. ബൈ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. നേരത്തെ പറഞ്ഞ മാതിരി ആരെങ്കിലും മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ നോമിനിക്ക് ഷെയർ ഹോൾഡർ ആവാൻ പറ്റും. അവർക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മെമ്പർ ആവാനായിട്ട് സാധിക്കും. ബൈ എസ്റ്റോപ്പൽസ് ഓർ ഹോൾഡിംഗ് ഔട്ട്. This happens when a person holds himself out as a member or knowingly allows his name to remain on the register when he has actually parted with his shares. അയാൾക്ക് പണ്ട് ഷെയർസ് ഉണ്ടായിരുന്നു, പക്ഷേ അയാളുടെ ഷെയർസ് വിറ്റു. അപ്പം ആക്ച്വലി അയാൾ അവരുടെ ഷെയർ ഹോൾഡർ അല്ല, ശരിക്കും അയാളുടെ പേര് രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സിൻ്റെ ലിസ്റ്റിൽ നിന്ന് മാറ്റേണ്ടതാണ്. പക്ഷേ അയാളത് മാറ്റിയിട്ടില്ല. ഇൻ ദി ഇവന്റ് ഓഫ് അതിനെയാണ് നമ്മൾ ഹോൾഡിംഗ് ഔട്ട് അല്ലെങ്കിൽ എസ്റ്റോപ്പൽസ് എന്ന് പറയുന്നത്. ഇൻ ദി ഇവന്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഹി വിൽ ബി ലയബിൾ ലൈക്ക് അതർ ജെന്യൂൻ മെമ്പേഴ്സ് ആസ് എ കോൺട്രിബ്യൂട്ടറി. ഇൻ കേസ് കമ്പനി വൈൻഡ് അപ്പ് ആവുകയെന്നുണ്ടെങ്കിൽ ബാക്കി ജെന്യൂൻ ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ അതേപോലത്തെ ലയബിലിറ്റി തന്നെ ഈ ഹോൾഡിംഗ് ഔട്ട് ആയിട്ട് ചെയ്തിട്ടുള്ള മെമ്പറിനും ഉണ്ടാകും. ഹി മേ എസ്കേപ്പ് ലയബിലിറ്റി ബൈ അപ്ലൈയിങ് ടു ട്രിബ്യൂണൽ ഫോർ റെക്ടിഫിക്കേഷൻ ഓഫ് രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സ് അണ്ടർ സെക്ഷൻ 59. സെക്ഷൻ 59 പ്രകാരം രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സിൽ ലിസ്റ്റിൽ തിരുത്തൽ വരുത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ട്രിബ്യൂണലിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് ഹോൾഡ് ഔട്ട് ചെയ്യുന്ന ആൾക്ക് അയാളുടെ ലയബിലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അടുത്തത് ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ്. എങ്ങനത്തെ സാഹചര്യത്തിലാണ് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ഇല്ലാതെ പോകുന്നത്? എ പേഴ്സൺ സീസ് ടു ബി എ മെമ്പർ ഓഫ് എ കമ്പനി വെൻ ഹിസ് നെയിം ഇസ് റിമൂവ്ഡ് ഫ്രം ദ രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സ്. രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സിൽ നമ്മളെ പേര് മാറ്റുമ്പോഴാണ് ഒരു കമ്പനിയുടെ മെമ്പർ അല്ലാതെ ആവുന്നത്. ഫസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. നമ്മൾ വേറൊരാൾക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അയാൾ ആ ഷെയർസ് പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മെമ്പർഷിപ്പ് പോകും. അതേമാതിരി ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ഒരാളുടെ ഷെയർസ് ഒരാൾക്ക് ഷെയർസിൻ്റെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഷെയർസ് നോമിനിക്ക് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് പോകും. അപ്പം അയാളുടെ മെമ്പർഷിപ്പ് പോകും. മൂന്നാമത്തത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. നമുക്ക് ഏതെങ്കിലും കോഴ്സ് അടയ്ക്കാൻ കഴിഞ്ഞില്ല, അപ്പോൾ ആ കോഴ്സിൽ ഷെയർസ് ഫോർഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്നുള്ള അതിൻ്റെ മെമ്പർഷിപ്പ് ആ ഷെയർസിൻ്റെ മെമ്പർഷിപ്പ് നമുക്ക് പോകും. നമുക്ക് വേറൊരു ഷെയർസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സ് ഇതും പോകാനായിട്ട് രജിസ്റ്റർ ചെയ്ത മെമ്പേഴ്സിൻ്റെ ലിസ്റ്റിൽ നമ്മുടെ പേര് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ദെൻ ഫോർത്ത് സറണ്ടർ ഓഫ് ഷെയർസ്. നമുക്ക് ഷെയർസ് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഷെയർസ് സറണ്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെമ്പർ അല്ലാതെ ആവും. ഇൻസോൾവൻസി ഓഫ് എ മെമ്പർ. ഒരു മെമ്പർ ഇൻസോൾവൻ്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെയർസിൻ്റെ എല്ലാ ഓണർഷിപ്പും പവേഴ്സും റൈറ്റ്സുകളും ഒഫീഷ്യൽ റിസീവറിന് അല്ലെങ്കിൽ ഒഫീഷ്യൽ അസൈനിക്കായിരിക്കും പോവുക. അപ്പം ആ ഒറിജിനൽ ഇൻസോൾവൻ്റ് ആയിട്ടുള്ള ഓണറിൻ്റെ മെമ്പർഷിപ്പ് പോകും. വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി. ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും മെമ്പർഷിപ്പും പോകും. റിപ്യൂഡിയേറ്റിംഗ് ഓഫ് കോൺട്രാക്ട്. ഒരു കമ്പനി എന്തെങ്കിലും കോൺട്രാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ മിസ്റ്റേക്സ് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും repudiation of contract. If you repudiate the contract or to take shares on the ground of എന്തെങ്കിലും മിസ്റെപ്രസെൻറ്റേഷനോ മിസ്റ്റേക്സോ വരുത്തിയിട്ടാണ് ഷെയർസ് എടുക്കാമെന്ന് പറയുന്നിട്ടുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ മെമ്പർഷിപ്പ് കൊടുക്കാതിരിക്കാനായിട്ട് പറ്റും. എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലീൻ. When the company has a lien on the shares and the shares are sold by the company to enforce this lien, or if the shares are sold in the execution of a decree of the court, the membership terminates. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ഒരു കമ്പനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഷെയർസ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഷെയർസ് വാങ്ങിക്കാനായിട്ട്, ഷെയർസ് ഒരു കമ്പനിക്ക് ഷെയർസ് കൊടുക്കാനായിട്ട് എന്തെങ്കിലും പ്രോബ്ലം, എന്തെങ്കിലും കോർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജുഡീഷ്യലായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ, അതേമാതിരി എന്തെങ്കിലും കോർട്ട് ഓർഡർ എൻഫോഴ്സ് ചെയ്യുന്നതിൻ്റെ രീതിയിലായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ചെയ്യാവുന്നതാണ്. റിഡംഷൻ ഓഫ് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്തും നമ്മുടെ മെമ്പർഷിപ്പ് കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് പോകും. ട്രിബ്യൂണൽസ് ഓർഡർ. ഇപ്പോൾ എന്തെങ്കിലും ഒരു കേസ് എന്തെങ്കിലും വന്നിട്ട് ഒരു ട്രിബ്യൂണൽ ഓർഡർ പാസ് ചെയ്യാണ്, നമ്മൾ രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ ഷെയർസ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഓർഡർ പാസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളെ മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ആയി പോകും. അടുത്തത് റൈറ്റ്സ് ഓഫ് മെമ്പേഴ്സ്.
എന്തൊക്കെയാണ് മെമ്പേഴ്സിനുള്ള റൈറ്റ്സ്? ഫസ്റ്റ്, റിസീവ് കോപ്പീസ് ഓഫ് മെമ്മോറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓൺ റിക്വസ്റ്റ് ആൻഡ് ഓൺ പേയ്മെൻറ്റ് ഓഫ് ദി പ്രിസ്ക്രൈബ് ഫീ. ഒരു പ്രിസ്ക്രൈബ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. നമുക്ക് മെമ്മോറാൻഡത്തിൻ്റെ ആർട്ടിക്കിൾസിൻ്റെയും കോപ്പി വേണമെന്ന് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോപ്പീസ് കിട്ടും. അതേമാതിരി റൈറ്റ് ടു റിസീവ് ഷെയർ സർട്ടിഫിക്കറ്റ് വിത്തിൻ ദി പ്രിസ്ക്രൈബ് പീരീഡ് ഓഫ് 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റ് ഡേറ്റ് കഴിഞ്ഞതിന് 3 monthsനുള്ളിൽ നമുക്കതിൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. മൂന്നാമത്തത് റൈറ്റ് ടു ട്രാൻസ്ഫർ ഹിസ് ഷെയർസ് അക്കോർഡിംഗ് ടു പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനീസ് ആക്ടിൻ്റെയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് നമുക്ക് നമ്മുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട്. റൈറ്റ് ഹാവ് ഹിസ് നെയിം എൻറ്റേർഡ് ഇൻ ദി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിന് നമ്മളെ നെയിം എൻ്റർ ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട്. നമുക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മെമ്പർ ആവാൻ ഉള്ള ഓപ്ഷനുള്ള ആൾക്കാർക്ക് അവരുടെ റൈറ്റാണ് ഞാൻ പറയുന്നത്. അടുത്തത് റൈറ്റ് ടു പ്രിയോറിറ്റി ടു ഹാവ് ഷെയർസ് ഓഫർഡ് ഇൻ കേസ് ഓഫ് ഇൻക്രീസ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൈറ്റ്സ് ഇഷ്യൂ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് കൊടുക്കുന്നതാണ് റൈറ്റ്സ് ഇഷ്യൂ. അങ്ങനത്തെ പ്രിയോറിറ്റി കിട്ടാനുള്ള റൈറ്റ് മെമ്പേഴ്സിനുണ്ട്. റൈറ്റ് ടു റിസീവ് നോട്ടീസ് ഓഫ് മീറ്റിങ്ങിൻ്റെ നോട്ടീസ് കിട്ടാൻ, അതിൻ്റെ അറ്റൻഡൻസിൻ്റെത്, പ്രോക്സീനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ളത്, വോട്ടിംഗ് റൈറ്റ്സ്, ഇതെല്ലാം മെമ്പേഴ്സിനുണ്ട്. റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ് എക്സെട്ര അറ്റ് ദി ആനുവൽ ജനറൽ മീറ്റിംഗ്. AGMൽ ഡയറക്ടേഴ്സിനെ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് മെമ്പേഴ്സിനുണ്ട്. റൈറ്റ് ടു ഇൻസ്പെക്ട് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് കോപ്പീസ് ഓഫ് ആനുവൽ റിട്ടേൺസ്. ഒരു മെമ്പറിന് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ആനുവൽ റിട്ടേൺസിൻ്റെ കോപ്പിയൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതേമാതിരി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിന് എന്തെങ്കിലും തിരുത്തൽ വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ട്രിബ്യൂണലിന് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള റൈറ്റ് ഒരു മെമ്പറിനുണ്ട്. അതേമാതിരി ആനുവൽ ജനറൽ മീറ്റിംഗ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രോപ്പറായിട്ട് വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വിളിക്കാൻ പറഞ്ഞിട്ട് ട്രിബ്യൂണലിന് റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷനുള്ള റൈറ്റ് ഒരു മെമ്പറിനുണ്ട്. അതേമാതിരി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പീസ്, ഡയറക്ടർ റിപ്പോർട്ട്, AGMൻ്റെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഡയറക്ടേഴ്സ് റിപ്പോർട്ടും ഒക്കെ അതിന് മുമ്പ് AGM നടത്തുന്നതിന് മുമ്പുള്ള ഡയറക്ടേഴ്സ് റിപ്പോർട്ടൊക്കെ അതിൻ്റെ കോപ്പിയൊക്കെ കിട്ടാനുള്ള റൈറ്റ് മെമ്പേഴ്സിനുണ്ട്. അതേമാതിരി എന്തെങ്കിലും റെസൊല്യൂഷൻസോ സ്പെഷ്യൽ നോട്ടീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടാനുള്ള റൈറ്റ് മെമ്പേഴ്സിനുണ്ട്. റൈറ്റ് ടു ഹാവ് ഓൺ റിക്വസ്റ്റ് മിനിറ്റ്സ് ഓഫ് പ്രൊസീഡിംഗ് ടു അറ്റ് ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിങ്ങിൽ മിനിറ്റ്സ്, അതിനകത്ത് മെയിൻ പോയിൻറ്റ്സ് ഒക്കെ എഴുതി വയ്ക്കുന്നതിനാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കോപ്പി കിട്ടാനായിട്ടുള്ള അത് റിക്വസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് മെമ്പേഴ്സിനുണ്ട്. റൈറ്റ് ടു അപ്ലൈ ടു ദി ട്രിബ്യൂണൽ ഫോർ ഓർഡറിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനിയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിബ്യൂണലിന് അപ്ലൈ ചെയ്യാനുള്ള റൈറ്റ് മെമ്പേഴ്സിനുണ്ട്. റൈറ്റ് ടു പ്രസൻറ്റ് പെറ്റീഷൻ ടു ദി ട്രിബ്യൂണൽ ഫോർ റിലീഫ് ഇൻ കേസ് ഓഫ് ഓപ്പറേഷണൽ മിസ്മാനേജ്. എന്തെങ്കിലും അടിച്ചമർത്തലോ അതായത് പ്രോപ്പർ മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രോഡായിട്ട് നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് അതിന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ട്രിബ്യൂണലിന് പെറ്റീഷൻ കൊടുക്കാനായിട്ടുള്ള റൈറ്റ് മെമ്പേഴ്സിനുണ്ട്. റൈറ്റ് ടു പ്രസൻറ്റ് പെറ്റീഷൻ ടു ദി ട്രിബ്യൂണൽ ഫോർ ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിബ്യൂണലിന് പെറ്റീഷൻ കൊടുക്കാം. അതേമാതിരി കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് സർപ്ലസ് അസറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷെയർ മെമ്പേഴ്സിന് കിട്ടാനുള്ള റൈറ്റ് മെമ്പേഴ്സിനുണ്ട്. ഇൻ ദി കേസ് ഓഫ് ബോഡി കോർപ്പറേറ്റ് വിച്ച് ഈസ് എ മെമ്പർ, ദ റൈറ്റ് ടു അപ്പോയിൻറ്റ് എ റെപ്രസെൻറ്റേറ്റീവ് അറ്റ് എ ജനറൽ മീറ്റിംഗ് ഓൺ ഇറ്റ്സ് ബിഫോർ. ഒരു ബോഡി കോർപ്പറേറ്റ് ആണ് മെമ്പർ എന്നുണ്ടെങ്കിൽ അവരെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരാളെ ജനറൽ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. ദ റൈറ്റ് ടു റിക്വയർ ദ കമ്പനി ടു സർക്കുലേറ്റ് റെസൊല്യൂഷൻ അണ്ടർ സെക്ഷൻ 111. റെസൊല്യൂഷൻ കമ്പനിയിൽ റെസൊല്യൂഷൻ സർക്കുലേറ്റ് ചെയ്യാനുള്ള സെക്ഷൻ 111 അണ്ടറിൽ വരുന്ന റെസൊല്യൂഷൻ സർക്കുലേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് മെമ്പറിനുണ്ട്. റൈറ്റ് ടു അപ്ലൈ ടു ദി ട്രിബ്യൂണൽ അണ്ടർ സെക്ഷൻ 48 ടു ഹാവ് എനി വേരിയേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ് സെറ്റ് അസൈഡ്. ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും റൈറ്റ് ഉണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്താനായിട്ട് ട്രിബ്യൂണലിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള റൈറ്റ് മെമ്പേഴ്സിനുണ്ട്. റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് ബൈ പാസിംഗ് ഇൻ ഓർഡിനറി റെസൊല്യൂഷൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ടറെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി അവരെ മാറ്റാനായിട്ട് മെമ്പേഴ്സിന് സാധിക്കും. ഇനി ഇത്രയും പറഞ്ഞത് നമ്മൾ റൈറ്റ്സ് ഓഫ് ദി മെമ്പേഴ്സാണ്. ഇനി ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സിന് എന്തൊക്കെ ബാധ്യതയാണ് ഉള്ളത്. ഫസ്റ്റ്, അൺലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് കമ്പനിയുടെ മെമ്പേഴ്സിനെല്ലാം ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ഒരു കമ്പനിയുടെ എല്ലാ ഡെപ്സും സംഭവങ്ങളും എല്ലാത്തിനും ഈ മെമ്പേഴ്സ് ഫുള്ളി ലയബിൾ ആയിരിക്കും. അടുത്തത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളമാണോ ഒരു മെമ്പർ അവരുടെ എമൗണ്ട് ഗ്യാരണ്ടി ചെയ്തിട്ട്, എത്ര എമൗണ്ടാണോ അയാൾ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളത് അത്ര എമൗണ്ടിന് മാത്രമേ ലയബിലിറ്റി ഉണ്ടാവുള്ളൂ. ഈ എമൗണ്ട് ഗ്യാരണ്ടി ചെയ്തത് ആ കമ്പനിയുടെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ ലയബിലിറ്റി ക്ലോസിൽ പറഞ്ഞിട്ടുണ്ടാവും.
അത്ര എമൗണ്ട് മാത്രമേ ലയബിൾ ആയിട്ടുണ്ടാവുള്ളൂ മെമ്പേഴ്സ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ എത്ര അൺപെയ്ഡ് ആയിട്ടുള്ള എത്ര എമൗണ്ട്, ഐ മീൻ ഇപ്പോൾ 100 റുപ്പീസിൻ്റെ ഒരു ഷെയർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 75 റുപ്പീസ് ഓൾറെഡി പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ 25 റുപ്പീസിൻ്റെ ലയബിലിറ്റി മാത്രമേ ആ മെമ്പറിന് ഉണ്ടാവുള്ളൂ. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിനകത്തുള്ള അങ്ങനത്തെ കമ്പനിയിലുള്ള മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി. അടുത്തത് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിന് നമ്മളെ പേര് രജിസ്റ്റർ ചെയ്യണം, എന്നാലേ മെമ്പർ ആവുള്ളൂ എന്ന്. അപ്പോൾ ഇനി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. Section 88 requires every company to maintain in the prescribed form and manner the register of members indicating separately for each class of equity and preference shares held by each member residing in or outside India. ഇന്ത്യക്ക് ഉള്ളിലും പുറത്തുള്ള എല്ലാ ടൈപ്പ് ഷെയർസുള്ള ഏത് ക്ലാസ്സിലുള്ളതാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് എങ്ങനത്തെ മെമ്പറാണ്, ഏത് ക്ലാസ്സിലുള്ള ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന മെമ്പറാണെന്നുള്ളതൊക്കെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ പ്രസൻറ്റ് ചെയ്തത് അതിൻ്റെ ലിസ്റ്റിനെയാണ് നമ്മൾ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് സെക്ഷൻ 88 ഇത് പറയുന്നത്. അതിനകത്ത് ഒരു ഇൻഡെക്സ് ഉണ്ടാവണം നെയിമിൽ, ഫ്രണ്ടിൽ. നമ്മളിപ്പം ഒരു ബുക്കൊക്കെ വായിക്കുമ്പോൾ അതിനകത്തൊരു ഇൻഡെക്സ് ഉണ്ടാവും, ടേബിൾ ഓഫ് കണ്ടൻസ് എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു ടേബിൾ ഓഫ് കണ്ടൻസിൻ്റെ വരെ ഇവിടെ നെയിംസാണ്, ആൾക്കാരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേരാണ് ഉണ്ടാവുക. അങ്ങനത്തെ ഒരു ഇൻഡെക്സും ഉണ്ടായിട്ടുണ്ടാവണം. ഇൻ കേസ് of shares held in depository mode, the register and index of beneficial owners maintained by the depository shall be deemed to be the corresponding register and index of the purpose of this act. Depository ഡിമാറ്റ് ഫോമിലാണ് ഇപ്പോൾ എല്ലാം ഉണ്ടാവാറ്, അപ്പോൾ ബുക്ക് ഫോമിൽ ഉണ്ടാവാറില്ല. അപ്പോൾ ഡെപ്പോസിറ്ററി മോഡാണെന്നുണ്ടെങ്കിൽ രജിസ്റ്ററും ഇൻഡെക്സ് ഓഫ് ബെനിഫിഷ്യൽ ഓണേഴ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡെപ്പോസിറ്ററിയാണ്. അത് തന്നെയാണ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സായിട്ടും കൺസിഡർ ചെയ്യാം. Companies Management and Administration Rules 2014 in this regard inter alia provide as follows. ഇതൊക്കെയാണ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിനകത്ത് വരുന്ന എലമെൻറ്റ്സ്. എൻട്രീസ് ഇൻ ദി രജിസ്റ്റർ. ദി എൻട്രീസ് ഇൻ ദി രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് അണ്ടർ സെക്ഷൻ 88 ഷാൽ ബി മെയ്ഡ് വിത്തിൻ 7 days ആഫ്റ്റർ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഇസ് ഡ്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് കമ്മിറ്റി അപ്രൂവ്സ് ദി അലോട്ട്മെൻറ്റ് ഓഫ്. എങ്ങനെയാണ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ പേര് എൻ്റർ ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ നമ്മൾ കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുത്തിട്ട് വിത്തിൻ 7 daysനുള്ളിൽ തന്നെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഉണ്ടാക്കി അതിനകത്ത് എല്ലാവരുടെ പേരും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. പ്ലേസ് ഓഫ് കീപ്പിംഗ്, എവിടെയാണ് രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സ് ആ ലിസ്റ്റ് നമ്മളെവിടെയാണ് വെക്കേണ്ടത്? രജിസ്റ്റേർഡ് ഓഫീസിലാണ് വെക്കേണ്ടത്. യൂഷ്വലി അവിടെയാണ് രജിസ്റ്റർ വെക്കേണ്ടത്. പക്ഷേ അവിടെ വെക്കാനുള്ള സാധ്യത നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ രജിസ്റ്റർ നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാനായിട്ട് സാധിക്കും. രജിസ്റ്റർ ഓഫീസ് ഉള്ളത് തന്നെ സിറ്റിയിലോ ഒരു ടൗണിലോ വില്ലേജിലോ തന്നെ വെക്കാം, അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ തന്നെ വേറെ എവിടെയെങ്കിലും വെക്കാം. ഇന്ത്യക്കുള്ളിൽ വേറെ എവിടെയെങ്കിലും വെക്കാമെന്ന് പറയുമ്പോൾ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ അവിടെ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 1/10 മെമ്പറെങ്കിലും ഉള്ള സ്ഥലത്തായിരിക്കണം രജിസ്റ്റർ വെക്കേണ്ടത്. അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസുള്ള സ്ഥലത്തായിരിക്കണം വെക്കണം. രജിസ്റ്റേർഡ് ഓഫീസിൽ തന്നെ എന്നല്ല, രജിസ്റ്റേർഡ് ഓഫീസുള്ള സിറ്റിയിലോ ടൗണിലോ അല്ലെങ്കിൽ വില്ലേജിലോ. അതല്ലാതെ വേറെ ഔട്ട്സൈഡ് ഏതെങ്കിലും രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ഏരിയ അല്ലാതെ ഔട്ട്സൈഡ് എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ മിനിമം 1/10 എങ്കിലും റിസൈഡ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കണം രജിസ്റ്റർ വെക്കേണ്ടത്. ചേഞ്ചസ് ഇൻ ദി എൻട്രീസ്. ചേഞ്ചസ് ഓൺ അക്കൗണ്ട് ഓഫ് ഫോർഫിറ്റ്, ബൈബാക്ക്, റിഡക്ഷൻ, ഇഷ്യൂസ് ടു എക്വിറ്റി ഷെയർസ്, ട്രാൻസ്മിഷൻ ഷെയർസ്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരാളുടെ മെമ്പറിൻ്റെ പേര് ഒരാളുടെ ഷെയർസ് വേറെ ആൾക്കാർക്ക് പോവുകയാണ്, ഫോർഫീച്ചർ നടക്കുകയാണ്, ഷെയർസ് ബൈബാക്ക് ചെയ്യാണ്, ഷെയർസ് ട്രാൻസ്മിഷൻ നടക്കുകയാണ്, അങ്ങനെയൊക്കെ വരുമ്പം അതിൻ്റെ വിത്തിൻ 7 daysനുള്ളിൽ തന്നെ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. ആഫ്റ്റർ ദി അപ്രൂവൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കമ്മിറ്റീൻ്റെ അപ്രൂവലിന് ശേഷം 7 daysനുള്ളിൽ തന്നെ അത് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. ദി കമ്പനി ഷാൽ മേക്ക് ദി നെസറി എൻട്രീസ് ഇൻ ദി ഇൻഡെക്സ് സൈമൾട്ടേനിയസ്ലി വിത്ത് എൻട്രി ഫോർ അലോട്ട്മെൻറ്റ് ഓർ ട്രാൻസ്ഫർ ഓഫ് എനി സെക്യൂരിറ്റി ഇൻ ദി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. എന്തെങ്കിലും അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്ഫറോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സിലും അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്താം. In case of shares held by a trustee, a declaration specifying the name and other particulars of the person who holds the beneficial interest in such shares must be filed with the company. Filed within a period of trustee ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരാളുടെ ഷെയർസ് ട്രസ്റ്റിയുടെ കയ്യിലാണ് ഷെയർസ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യലായിട്ടുള്ളൊരു ഡിക്ലറേഷൻ, ആരുടെ പേരിലാണോ അവർ സ്പെഷ്യലായിട്ട് ഡിക്ലറേഷൻ കൊടുക്കണം. അതർ പർട്ടിക്കുലേഴ്സ് ഓഫ് ദി പേഴ്സൺ ഹു ഹോൾഡ്സ് ബെനിഫിഷ്യൽ, ആരുടെ ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ആരാണോ ഹോൾഡ് ചെയ്യുന്നത് അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവണം. അത് കമ്പനിക്ക് ഫയൽ ചെയ്ത് കൊടുക്കണം. അത് വിത്തിൻ 30 days. എപ്പോഴാണോ അയാളുടെ
ഫ്രം ദി ഡേറ്റ് ഓൺ വിച്ച് ഹിസ് നെയിം രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ അയാളുടെ പേര് എൻ്റർ ചെയ്തതിന് ശേഷം വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ തന്നെ ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉണ്ടാവണം. പെനാൽറ്റി, ഈ മേലെ പറഞ്ഞ റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് രജിസ്റ്റർ വെക്കാനായിട്ട് ഡിഫോൾട്ട് എന്തെങ്കിലും കുഴപ്പം വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിക്കും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓഫീസേഴ്സിനും ഫൈൻ ഉണ്ടാവും. 50,000 റുപ്പീസ് മുതൽ 3 lakhs റുപ്പീസ് വരെ ഫൈൻ ഉണ്ടാവും. അല്ലാതെ പിന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും 1000 റുപ്പീസ് വെച്ചിട്ട് ഫൈൻ വരും. എത്ര കാലം കണ്ടിന്യൂ ചെയ്യുന്നോ അത്രയും വരെ. അപ്പം അതാണ് മെമ്പർഷിപ്പ്. അപ്പോൾ യൂണിറ്റ് 12 കഴിഞ്ഞു. താങ്ക് യു.